തിങ്ക് ഓൺ യുവർ ഓൺ. കമലഹാസൻ പറയുന്നതും മമ്മൂട്ടി പറയുന്നതും മോഹൻലാൽ പറയുന്നതും പഴയ വാക്കുകളാണ്. തിങ്ക് ഓൺ യുവർ ഓൺ. മേക്ക് ദ ന്യൂ വേൾഡ്. യു ആർ ദ ലീഡർ. യു ക്യാൻ മേക്ക് ഇറ്റ്. അതാ ഞാൻ പറഞ്ഞത്, അത് ശരിയായില്ല എന്ന് പറയേണ്ടൊന്നും ഒരു കാര്യമില്ല. സാറിന് തോന്നിക്കാണ് നമ്മൾ ക്ലാസ് ഇരിക്കുന്നേക്കാൾ നല്ലത് ഈ പണി ചെയ്യുന്നു. സാറിന് തോന്നുന്നു നീ പറയണ്ട, നീ ആദ്യം നിന്റെ പണി നോക്കും. ഇപ്പൊ എല്ലാത്തിനും കാരണം മൊബൈലിൽ പിടിച്ച് മൂടിയിരിക്കുന്നതാണ്. ആ ഇരിപ്പില്ല, ഒറ്റ ചവിട്ട് കൊടുക്കാൻ തോന്നും. അല്ല, അവനോട് പറയാനുള്ളതെല്ലാം നീ നേരത്തോട്ട് വെക്കാൻ എന്തിനാ പറഞ്ഞത്? അതിന് അവനോടൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ ഫീൽ ചെയ്യില്ല. ഇടിങ്ങോട്ട് ഞാൻ വിട്ടു. നീ അതിന്റെ ഒരു കുറവാണ്. ഓ, ഇതൊക്കെ കിളച്ച് പറിക്കുന്ന നേരത്തെ മീരയ്ക്ക് 2 മെസ്സേജ് അയക്കാൻ. ഓ, എന്റെ ഒരു വിധി. എന്നാലും അവനോട് എടാ കൊച്ചേ, ഇത്രയും വിഷമം നീ ഇങ്ങനെ മുഖത്ത് പിടിച്ച് ചേർത്തല്ലേ. ഇനി വല്ല പുറത്ത് വാങ്ങാനും ഇവനെങ്ങാനും കിട്ടിയാലോ? ആ അവനോട് ഇതൊക്കെ പറഞ്ഞത് കാര്യം. ചെക്കന് കല്യാണ പ്രായത്തിന്റെ ഇടാ പിടിക്കേ. അതെ, ഈ തവണയെങ്കിലും കൊട്ടന് കറക്റ്റായിട്ട് പിടിക്കണം. എടാ, കഴിഞ്ഞ തവണത്തെ പോലെ അയ്യോ എന്റെ അമ്മ. ഓ, ഇപ്പോഴും നിന്റെ മുഖത്തിന്റെ മാറിയല്ലോ. നമുക്കിത് തന്നെയാണ് നല്ലത്. സന്തോഷം 5 പൈസ പണി എടുക്കൂല വേണ്ടി. ആരും കണ്ടില്ലെന്നാ തോന്നുന്ന. താഴേക്ക് പോവാൻ്റെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. ദൈവമേ, കൊലക്കുറ്റത്തിന് ഉത്തരം പറയേണ്ടി വരുമോ? പിന്നോടൊരു 100 തവണ ഒരുമിച്ച് വിടണം. ഒരബദ്ധം പറ്റിയല്ലേ? ഓ പിന്നെ അബദ്ധം പറ്റാതെ യൂണിവേഴ്സിറ്റി എക്സാമല്ലേ. അയ്യോ എന്റെ നടുവ്. എടാ എന്റെ കലിപ്പ് മാറില്ല. ഒരു വിപ്ലവകാരികളാണോ അതിന്റെ കളി? എന്നോട് കളിക്കാൻ ഇനി ഉണ്ടോ നിനക്ക് ബാല്യം? വേണ്ടി പാട്ടി കൊല്ലലടാ, എന്നെ കൊല്ലല. അയ്യോ. ആഹാ, ദേ നിൽക്കുന്നു നമ്മുടെ താരം. പുറംതിരിഞ്ഞ് നിൽക്കുക. തല്ലിയ താഴിട്ടിട്ടാലോ അവന്റെ ഫീലിംഗ് എന്ന് തീർന്നാനെ. ധോണി എന്താ മെസ്സേജ് അയക്കാതെ? അവനോട് കാര്യം. ചേട്ടാ
സുനാമിയാണോ? ഓ, ഇത് സുനാമി തന്നെ. ഇവൻ ഇത്ര പെട്ടെന്ന് ഇവിടെ വന്നു? ഉമ്മാരോടൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട് കാര്യം, ഒരു ഫ്രണ്ടിനെ മനസ്സിലാക്കാൻ കഴിയാത്തവര്. എന്നാലും ആളെ കണ്ടാ പറയേ ഇവൻ ഇത്രയും തെറി പറയുന്നു. ഒടുക്കത്തെ തെറിയായിപ്പോയി. നിങ്ങളൊന്നും ഒരു നല്ല ഫ്രണ്ടല്ലടാ. എടേ, എന്തോ എന്റെ പ്രശ്നം? നീ ഞങ്ങളോട് പറ, എന്നല്ലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. വേണ്ട, ഞാനിങ്ങനെ നടന്നോളാം. എന്റെ അവസ്ഥ ആർക്കും മനസ്സിലാവേണ്ട. പക്ഷെ നിനക്കൊക്കെ ഈ അവസ്ഥ വന്നിരുന്നെങ്കിലോ, നീ ചിരിക്കുമായിരുന്നു. ഞങ്ങളിന്ന് ഇതുപോലെ തന്നെ ആയിരിക്കടാ, അല്ലടാ? പക്ഷെ ഇപ്പോഴും പ്രശ്നം തീരുന്നില്ലല്ലോ. ഇവനൊന്നും പറയുന്നില്ല. ഇവനെ അതെല്ലാം പോട്ടെ, ഈ കാര്യം കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ഡോണ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് 2 മണിക്കൂറായി. ഒരു മണിക്കൂറിൽ 100 മെസ്സേജെങ്കിലും എനിക്ക് അയച്ചുകൊണ്ടിരുന്ന. ഇവനെയൊക്കെ വീരപ്പനെ വിളിച്ച് വെടിവെച്ച് കൊല്ലണം. നീ ഇത്ര സില്ലിയായി പോയല്ലോടാ. എന്താടാ, അതിന് 2 മണിക്കൂറിലായുള്ളൂ, ഒരു ദിവസമൊന്നും ആയല്ലോ. നിന്റെ ഒരു ചിരി. അല്ലെങ്കിൽ അവളുടെ കാര്യം ഓർത്ത് പേടിക്കേണ്ട കാര്യമുള്ള, അപ്പൊക്കെ നമുക്ക് ഓക്കെ ആക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം ഓർത്തോണ്ടിരിക്കുവായിരുന്നു. എന്ത്? അതിന് നീ എനിക്ക് എല്ലാം കൂടി ഓർത്തിട്ട് ഭ്രാന്ത് പിടിക്കുക. നിനക്കറിയാമോ, ആ ബേസൻ എന്നോട് വേണ്ടിയിട്ട് 3 ദിവസമായി. അവന്റെ പുസ്തകത്തിൽ ഞാൻ എന്റെ പേരൊന്നും എഴുതി. അതിന് അവൻ എന്നോട് ഇങ്ങനെ. അതൊക്കെ നമുക്ക് ശരിയാകാം. എങ്ങനെ? നാളെ നിൽക്കണ്ടല്ലേ, നമുക്ക് കാര്യങ്ങളൊക്കെ അവരെ കണ്ട് നേരിട്ട് സംസാരിച്ച് പരിഹരിക്കാം. ഇപ്പൊ നീ അത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേൾക്ക്. നീ വാ, നമുക്ക് പോവാം. പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ശരിയാക്കാം. നിക്ക്, കാര്യങ്ങൾ പറയുന്ന കാര്യം ഓർത്തിട്ടാ. ഈ മുണ്ടൊന്നും എടുത്തോട്ടെ. ഓക്കെ, വാ. നീ കാരണം അവൻ തന്നെ മുകളിൽ കിടന്ന് പണിയെടുത്തോണ്ടിരിക്കുക. അത് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? പാവം അവനവിടെ. കഷ്ടപ്പെട്ട് കിട്ടുക. ഇവന്റെ അന്തിന്ന് എന്താ കൈയുണ്ടാ? ഇവനെ ആഹാ, എന്തൊരു പണി, എന്തൊരു ആത്മാർത്ഥത. പണതും കിട്ടിത്തീർന്നു, ഒരു പണിയില്ല. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? അല്ല, എന്നാലും ഒളിയൻ തന്നെ ബാൻഡ് എടുത്ത് തീർത്ത് കളഞ്ഞല്ലോ. എടാ, ആദ്യം അവനവന്റെ കൂട്ടുകാരനാണ് നാട്ടിൽ, എന്നിട്ട് എന്നോട് ചാടി കടിക്കാൻ വാ. അതെ, നീ ശവത്തി കുത്തരുത്. ഒരു പ്രാവശ്യം കുത്തുകൊണ്ട് കുഴപ്പമില്ല, എപ്പോഴും എപ്പോഴും കുത്തരുത്. എന്നതായി കാണിക്കുന്നത്? അതിവിന് പ്രാന്ത. പണ്ടങ്ങാണ്ട് ഏതോ സായിപ്പ് ഇവന്റെ അപ്പന് കൊടുത്ത ക്യാമറയാ. അപ്പനെ പേടിപ്പിച്ച് ഇവൻ മേടിച്ചെടുത്തു. ഇപ്പൊ എന്ത് കണ്ടാലും ഫോട്ടോയെന്നും പറഞ്ഞ് നടക്കുക. ഇവനെ കൊന്നു കളഞ്ഞാലോ? ബാനർ കെട്ടാനുള്ള സമയത്ത് നീ പകർച്ചപ്പം കാണാൻ പോയിരുന്നല്ലേ? കൈക്ക് ശക്തി തരണ എന്റെ മുത്തപ്പാ. ഡോണയാ ഐഡിയക്കാരൻ. ഡോണൊന്ന് വിളിച്ചു നോക്കിയത്. വേണ്ട,
10-25 ഞാൻ വിളിച്ചാലേ നീ ഇങ്ങോട്ട് വിളിക്കട്ടെ. ദേവനെ ജന ചെയ്യണേ. എടാ ഇനി ഇങ്ങനെ നെഞ്ചു പിരിച്ച് എടാ ഇങ്ങനെ ഇങ്ങോട്ട് നോക്ക്, നെഞ്ചു പിരിച്ച്. ആ ഇനി ഒരുമിച്ച് കൈ പിടിച്ച്. ഓക്കെ ഓക്കെ, അങ്ങനെ തന്നെ. കോരി ഒഴിക്കണ മേത്തേക്ക്. എന്ത് വാടേ ഇത്? എടാ അങ്ങനെ ഒരു പോസ്. എടാ അങ്ങനെ തന്നെ. ഡാ once more. ഡാ പ്ലീസ് once more. ചോലയിൽ മുങ്ങി ഇങ്ങോട്ട് വാ, ഇനി ഇവിടെ എടുക്കാം. ആ ദേ പോണു. രണ്ടര പോണ്ട. ആഹാ, നല്ല ബോസായിരുന്നു. ഇപ്പൊ ഫോട്ടോഗ്രാഫി നല്ല ക്രേസ് ആണല്ലോ. യെസ്, അതിന്റെ പാഷന. ദാറ്റ്സ് മൈ അൾട്ടിമേറ്റ് ഡ്രീം. എന്നാ അതൊക്കെ എനിക്കൊന്ന് കാണണം. ഡാ ഞാൻ എത്തി. ഓ പണ്ടാരം ഇപ്പൊ വീണേനെ. അവനൊക്കെ ചെറിയൊരു വഴി തെളിഞ്ഞു വരുന്നു. പറ്റും. എപ്പ പറ്റീന്ന് ചോദിച്ചാൽ മതി. നമുക്ക് ശ്രമിച്ചു നോക്കിയാളോ. ശ്രമിച്ചു നോക്കിയിട്ടൊന്നും കാര്യമില്ല. ലോകത്തിൽ ഏത് രക്ഷപ്പെടുത്താനും കാണും ഇതുപോലെ. എടാ അപ്പൊ നമുക്കവനെ മാറ്റിയെടുക്കാൻ പറ്റുമല്ലേ? നമുക്ക് ശ്രമിച്ചു നോക്കാം. നീ പറയുന്ന കാര്യമാണ്. ലോകത്തിൽ ഏത് ക്ലാസ് എടുത്ത് നോക്കിയാലും ഏത് വാച്ച് എടുത്ത് നോക്കിയാലും ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങളുടെ പേര് ഫീൽ ചെയ്ത് നടക്കുന്ന ഫ്രണ്ട്സിനെ കാണാൻ പറ്റും. പിന്നെന്താ? എടാ അതല്ല, അവൻ നമുക്കൊന്ന് മാറ്റിയിട്ട് ശ്രമിച്ചുകൂടെ? അതാ ഞാൻ പറയുന്നത്. നമ്മളിനി വിപ്ലവരായി സമീപിക്കുകയാണെങ്കിൽ ഒരു വിപ്ലവരി എന്ന നിലയ്ക്ക് എനിക്ക് അയ്യോ അമ്മയെ കൊല്ലുന്നേ. പോണ മാട്ടിക്കേണ്ടി പിന്നെ പറ്റുന്നു. അവനെ ചെരുപ്പിലെഴിഞ്ഞു വീഴ്ത്തറ. ഓ ജസ്റ്റ് മിസ്. വിപ്ലവകാരികൾക്കൊന്നും പഴയ ഡിമാൻഡില്ല. അതെ, ശരിക്കും നമ്മുടെ പ്ലാൻ എന്താ? നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കഥ അവനോട് പറഞ്ഞാലോ? ഇത് സൂപ്പർ, ഇത് വർക്കൗട്ട് ആവും. ഇപ്പൊ ഇനി ഒരു തിരക്കഥ സംഭാഷണം ഉണ്ടാക്കണം. അയ്യോ മറന്നുപോയി. ഓ ശരി, ചാണകത്തിലായാലും പറഞ്ഞപ്പോഴാ ഓർത്തെ. നാളെ ഡോണെ കാണുമ്പോ എന്ത് പറയും?
മണ്ണിൽ ഉയർന്നു വന്ന ആരം ചേതനായിൽ നൂറു നൂറു പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ഖേദനായിൽ നൂറു നൂറു പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ. നിങ്ങൾ വന്ന വീതിയിൽ ഈ ദേ, വാ. ഇതിന്റെ ഏറ്റവും ഫേവറേറ്റ് ഫോട്ടോ കളക്ഷനാണ്. ദേ, അത് കണ്ടോ? ഇതാണ് ഞങ്ങളുടെ ഗ്രൂപ്പ്. അപ്പൊ ഇതാരാ? ഇത് കണ്ടോ? ഇത് ഓണല്ല, പുതിയ ഏതോ സാധനം. ഒറ്റ പൊട്ടിയിറങ്ങിട്ട് അപ്പൊ ഇതാരെന്നാ പറഞ്ഞേ? അത് പറയുന്നതിന് മുമ്പ് നീ അച്ഛനെ കുറിച്ച് അറിയണം. പറഞ്ഞു കൊടുക്കളയാ നമ്മുടെ അച്ഛനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് തരും. അതൊരു കഥയാ. അച്ചാനും ഞാനും ചെറുപ്പം മുതലേ കൂട്ടുകാരാണ്. അന്ന് തന്നെ അച്ചാന് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാമായിരുന്നു. കൂട്ടുകാരന് വേണ്ടി എന്ത് ചെയ്യാനും അവൻ ഒരു മടിയിലായിരുന്നു. ശരിക്കും എന്നെ അവന് വലിയ കാര്യമായിരുന്നു. പിന്നീട് നാളുകൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയോ ഇവന്മാർ ഞങ്ങളെ ഫ്രണ്ട്സായി. അന്നൊക്കെ ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്ന അച്ചായൻ ശരിക്കും ഒരു അത്ഭുതം തന്നെയായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഒരു വയസ്സിൽ ഞങ്ങളുടെ അച്ചായൻ ഹീറോ ആയി മാറുമ്പോഴാണ് ഞങ്ങൾ ആ നഗ്ന സത്യം മനസ്സിലാക്കുന്നത്. അതേളിയാ, അവനൊരു മഹാരോഗത്തിനടിമയാണ്. അതും ലോകത്തിന്നവരെ ഒരുത്തുമില്ലാത്ത ടെൻഷൻ കയറി അവൻ അപ്പ ടോയ്ലറ്റിൽ പോണം. ഇതേ ഭാവം അന്ന് ഞങ്ങളുടെ മുഖത്തുണ്ടായിരുന്നു. ആ പിന്നീട് ശീലമായി. മത്തായി സാറിന്റെ ക്ലാസ്. ഓരോ ക്ലാസ്സിലെയും ബിരുദന്മാരെ മാത്രം പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഹോബി. ഈ ബിരുദന്മാര് ഞങ്ങളും പെടും. അന്ന് സാറിന്റെ ഒരു നൈറ്റ് ക്ലാസ് നടക്കുകയാണ്, അതും വേദപാഠത്തിന്റെ. പിള്ളേര് ഞങ്ങളുമായിട്ട് പൊരിഞ്ഞ വയറ്റ് നടക്കപ്പോഴാകും പിടിച്ച് വരുന്ന കാറ് വരുന്നതായിരുന്നു. പിന്നീടെല്ലാം ഒരു സെക്കൻഡോട് സംഭവിച്ചു. എന്നോട് താമസിച്ച് ക്ലാസ്സിൽ വരണം എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന ക്ലാസ്സുകാരൻ അങ്ങ് മാറിയത്.
എന്തോ അത്യാവശ്യത്തിന് ഇവ മീശ കാട്ടി വിരട്ടാൻ നോക്കിയ പയ്യനെ സാറ് പറഞ്ഞു വിട്ടപ്പോഴത്തെ സീൻ ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇവനാകെ ചമ്മി നാറിപ്പോയി. എന്റെ അവസ്ഥ പറയണ്ടല്ലോ, ചുമ്മാ പുറത്ത് നക്ഷത്രം ഉണ്ണയായിരുന്നു കുറച്ചു സമയം. കഴിഞ്ഞ ക്ലാസ്സിന്റെ പഠിച്ചിട്ടുണ്ടോ? ആ, ഈശോ, യേശുവിൽ എത്ര ശിഷ്യന്മാരുണ്ട്? യേശു ശിഷ്യന്മാരില്ലേ? നീ ഇങ്ങനെ മാറി. ആ, 12 വയസ്സായില്ലടാ നിനക്ക്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാരണന്മാർക്ക് ഭാര്യയായിട്ടൊക്കെ ഇന്ന് മതിയോ? ഞാനപ്പോ എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിക്കാൻ വേണ്ടിട്ട് നമ്മുടെ അച്ചായനോടാ സംശയം ചോദിച്ചത്. അത്ഭുതം അതല്ല, അപ്പൊ അവനാണ് എന്നെ തല്ലാനാ വരണേ. എന്നിട്ട് ഒരു രക്ഷയില്ല വന്നപ്പോ നമ്മളെ തല്ലിയമ്മനോട് തന്നെ ചോദിക്കേണ്ടത്. ഒരെണ്ണം പറഞ്ഞുതരാമോ? ഒരെണ്ണം മതിയില്ല, എന്റെ കാലി പിടിക്കാടാ. എടാ ഒരെണ്ണം പറഞ്ഞാടാ. എടാ എടാ ഒരെണ്ണം പറഞ്ഞു. ഒരുത്തന്റെ നീ ഒന്നും പറഞ്ഞണ്ടാ. നീയൊക്കെ പുറത്തോട്ട് വാ. നീയൊക്കെ വാ. പിന്നീട് രക്ഷയില്ലായിരുന്നു. ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റു. അതൊരു പുത്തൻ ചിന്താഗതിയായിരുന്നു. കണ്ണടച്ച് തുറക്കുന്ന മാത്രമേ ഞാനും അവന്റെ അടുത്തെത്തി. നിന്നോട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല. അടുത്ത വീട് ആരുടെയാണെന്നല്ലേ? നമ്മുടെ അച്ചായന്റെ. ഞങ്ങളുടെ അടുത്ത് നിന്നും തിരിച്ചു ചെന്ന ഉടനെ സാറിന് അവന്റെ അടുക്കിലേക്ക് പോകാൻ സാധിച്ചില്ല. മറ്റു കുട്ടികൾ ഒരുപാട് സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞങ്ങള് അവനെ മാത്രമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവൻ എന്തിനാണ് ഇത്രയും വരുന്നതെന്ന്. ഇന്നെന്താണ് അവിടെ നിന്ന് തേടി എഴുതി കൊള്ളുന്നത്? ഇതെന്നാ നിന്നാ തേട് കിട്ടിയോ? ഇങ്ങോട്ട് ഏറ്റാ നിന്നോട് ഞാൻ തീർന്നോ? ഇനി സംശയം എന്തെങ്കിലും ഉണ്ടോ?
ആ സമയത്തെ അവന്റെ എക്സ്പ്രഷൻസ് കുറഞ്ഞതൊരു ഫിലിം ഫെയർ അവാർഡെങ്കിലും അവന് കൊടുക്കണ്ടേ? എന്താടാ ഉത്തരം? നിനക്ക് പഠിക്കാൻ വലിയ മടിയല്ലേ? നീ നേരത്തെ സ്കൂളിൽ വന്നോണ്ടിരുന്ന ആൾക്ക് നീ വരുന്നില്ലല്ലോ, ഭയങ്കര ഉഴപ്പായി തുടങ്ങിയല്ലോ. നീനൊന്ന് പോയാൽ പോരാ പിള്ളേരോട്ടോ, രൂപ പഠിക്കണം. പിന്നീട് എന്താണ് സംഭവിച്ചത് നിനക്കറിയാവോ? അച്ഛനും സാറും തമ്മിൽ പൊരിഞ്ഞ കോമ്പറ്റീഷൻ. എന്തായാലും അവസാനം സാറ് പറഞ്ഞ ഡയലോഗ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി നേരമായാണ് ഞാൻ ഉത്തരം ചോദിച്ചാൽ പറയുന്നത്, ഇതുവരെ നീ ഉത്തരം പറഞ്ഞത് എന്താണ്? എന്നടാ ഇങ്ങനെ തന്നെ അപ്പൊ ഞങ്ങള് ചിരിച്ചു തുടങ്ങിയിട്ട് അന്ന് ഓർക്കാൻ കൂടി പറ്റില്ലായിരുന്നു. അവിടെ നിന്ന് ശരിക്കും ഞങ്ങളുടെ ലൈഫ് ആകെ മാറുകയായിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സമയങ്ങളിലും അവന്റെ ഈ അസുഖം ഞങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു. നാളുകൾ വീണ്ടും കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ അച്ഛന് ഒരു പ്രേമക്കുരുക്കിലങ്ങ് വീണു. സംഭവം വൺ വേ ട്രാക്കാണ് കേട്ടോ. ചെറുക്കനെയും പെണ്ണിനെ പറ്റി ഒരു ഒറ്റ വാക്കി പറഞ്ഞ അലിവും മീൻകറിയും പോരും. പക്ഷെ എന്തു സംഭവിച്ചാലും ഞങ്ങൾ ഇക്കാര്യം അവളെ അറിയിക്കാൻ തീരുമാനിച്ചു. തട്ടമിട്ട ഭംഗിയിൽ ജ്വലിച്ചു നിൽക്കുന്ന ആ ഉമ്മച്ചിക്കുടെ അടുത്തേക്ക് ഞങ്ങൾ 3 പേരും ചെന്നു. കോളേജ് ക്യാമ്പസിന്റെ കോർണറിൽ തന്റെ പെണ്ണിനെ സ്വപ്നം കണ്ടിരിക്കുകയാണ് അച്ചായൻ. പക്ഷെ സ്വപ്നം കണ്ട് കണ്ട് ഉറങ്ങിപ്പോയത് അച്ചാനും പറഞ്ഞില്ല, ഞങ്ങൾ പറഞ്ഞില്ല. ഈ സമയം ഞങ്ങളാണെങ്കിൽ പെണ്ണോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. മതി, ഇനി ഞാൻ പറയാം. ഞാനാണെങ്കിൽ അതിസമർത്ഥമായിട്ട് വിപ്ലവകരമായ ഒരു സമീപനത്തോടെ ഇമാരിൽ നിന്നും ആ കുട്ടിയെ മാറ്റി നിർത്തി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. പക്ഷെ ഇവന്മാരവിടെ എന്നെ പട്ടിയാക്കി. ഞാനറിയാതെ അവളെ മാറ്റി നിർത്തി ഇവന്മാര് സംസാരിച്ചു. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയാലും ഞങ്ങളുടെ ധാരണകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അവൾ അവനെ കാണാൻ സമ്മതിച്ചു. അവൻ പറയുന്നത് കേൾക്കാനും. ആ സമയത്താണ് ഇതൊന്നും അറിയാതെ ഉറങ്ങിക്കിടക്കായിരുന്നു അച്ഛനെ എഴുന്നേറ്റ്. പോരാത്തതിന് ഉറങ്ങുന്നത് കണ്ടതോ അവളെ. പിന്നെ ടെൻഷൻ വരാൻ വല്ല കാരണം വേണോ? പിന്നീട് അവിടെ നടന്നത് ഇതൊരു സംഭവമല്ലോ. എങ്ങനെയൊക്കെ ആയാലും ഞങ്ങൾ പലതവണ ശ്രമിച്ച് അവർ ഒരുമിക്കാൻ തീരുമാനിച്ചു. പരമ രഹസ്യമായിട്ട് അവനെ അവളെയും കൂട്ടി അങ്ങ് ദൂരെ ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു പഴയ വീട്ടിലേക്ക് വരും. ആരും ഭയക്കുന്ന, പകൽ പോലും വെളിച്ചം കടന്നു വരാൻ മടിക്കുന്ന
കൊടും ഭീകരത നിറഞ്ഞ ആ വീട് ഞങ്ങൾക്ക് വല്ലാത്തൊരു അനുഭവമാണ് തന്നത്. അതെ, പ്രേതങ്ങളെ പേടിയില്ലാത്തന്നല്ലാട്ടാ അങ്ങോട്ട് പോയത്, അവളുടെ ആങ്ങളമാരെ പേടിയുള്ളതുകൊണ്ടാ. അവിടെ വന്ന് വൃത്തിയാക്കി എടുക്കാൻ നന്നേ പണിപ്പെട്ടു. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ അച്ഛൻ്റെ കല്യാണം വന്നു. കല്യാണം തികച്ചും ഞങ്ങളുടേതായ രീതിയിൽ, ഞങ്ങളും പിന്നെ മറ്റ് അടുത്ത 3-4 കൂട്ടുകാരും, ഞങ്ങൾ SK സാറും മാത്രമുള്ള ഒരു കൊച്ചു കല്യാണം. പിടിക്കും. മാറ്, ഇട്ടുതരാം. കണ്ണാടി ഓ എന്റെ ദൈവമേ, ഇതാരാടാ ഈ കണ്ണാടി ഇങ്ങനെ കൊണ്ടുവച്ചത്? ഉള്ളതാട്ടെ വെളിച്ചില്ല പോലും, മടക്കി വെക്കും. ഇങ്ങോട്ട് കാണിക്കും. ഇങ്ങോട്ട് എന്റെ പൊന്നടി അതിന് കേട്ടെ. നീ വന്നേ. അതെ, ഇതുവരെ പ്രശ്നമൊന്നുമില്ല. പെണ്ണിന്റെ വീട്ടുകാരിന് പ്രശ്നമാകുന്നതിന് മുമ്പ് ഫംഗ്ഷൻ തീർക്കണം. ഇന്നെങ്ങാനും ഒരുങ്ങോ? ആ ഷിജിലൊക്കെ വന്നിട്ടുണ്ട്. അമ്മാർക്ക് പെണ്ണിന്റെ തട്ടം മാറ്റി കാണണമെന്ന്. അതിനിപ്പോ ഇവൻ തട്ടൊന്നും മാറ്റില്ല. അത് നമുക്ക് അമ്മ കൊടുത്തത്, അത് വിട്ടില്ല. എടാ, കെട്ടുന്ന നിനക്ക് പ്രശ്നമൊന്നുമില്ല, പിന്നെ ഞങ്ങൾക്കാണ് പ്രശ്നം അല്ലേടാ? അവന്റെ അഭിപ്രായത്തോട് ഞങ്ങളും പൂർണ്ണമായി യോജിച്ചു. ഒരു മതത്തെ അടിസ്ഥാനമാക്കില്ലല്ലോ അവർ പ്രണയിച്ചു തുടങ്ങിയത്. SK സാർ വരുന്നു എന്നുള്ള വാർത്ത കേട്ട് ഞാൻ അന്തം വിട്ടു. SK സാർ വരുന്നുണ്ടോ? SK സാർ വരുന്നുണ്ട്. ഇതൊരു വിപ്ലവ കല്യാണമായിരിക്കും. ഒരു വിപ്ലവകാരിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും അസുലഭകരമായ മുഹൂർത്തം. ഇതിനിടയ്ക്ക് ഇതിന്റെ ടെൻഷനും ടോയ്ലറ്റും ആയാലും വന്നാണല്ലോ. പണി എത്തുമ്പോ കിട്ടിയോ? പണി പാടുന്നില്ല. എന്റെ അമ്മ, വീണ്ടും അളിയാ, പ്രശ്നമായോ? നിനക്ക് ഓർമ്മിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. നീ എന്റെ വീട് നേരം കുറെ ആയതുകൊണ്ടും കല്യാണ പെണ്ണ് മണ്ഡപത്തിലിരുന്ന് ബോറടിക്കാൻ തുടങ്ങിയതുകൊണ്ടും ഇവരെ അന്വേഷിച്ച് ഞാൻ അങ്ങോട്ട് ചെന്നു. പൊന്നളിയ, ഒന്നുകൂടെ രാത്രി പോകേണ്ടി വരും. എന്റെ പറയാനാ അവനെ ഓർമ്മിപ്പിക്കല്ലേ എന്നൊരു1000 തവണ ദേവനോട് പറഞ്ഞ ചെന്ന് 2 പെട അങ്ങ് കൊടുക്കുക വേണ്ടേ? അയ്യോ, ഇത് എത്രാമത്തെ പോക്കടാ ഇത്? അപ്പൊ രാവിലെയും പോയായിരുന്നോ? ഞാൻ 5 വരെ എന്നാ പിന്നെ ഒരു പല വകുപ്പ് മേടിച്ച് നിനക്ക് അങ്ങ് എഴുതി വെക്കാൻ പാടില്ലായിരുന്നു. അല്ല പിന്നെ വേണ്ടായിരുന്നു.
SK സാർ എത്രയെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. 11 മണിക്കാണ് ഫംഗ്ഷൻ വെച്ചേക്കുന്നത്. ആ SK സാർ പോയിട്ടുണ്ട്. ആ പോവാം. ഒരു രക്ഷയില്ല എന്റെ പൊന്നടിയ പണി പാളി. അടിയാ എനിക്ക് 3 പോലോടിയാ. അയ്യോ ഞങ്ങക്ക് നല്ല പണി എടുക്കേണ്ടി വന്നു അവനെ മണ്ഡപത്തിലെത്തിക്ക്. ലോകം അവസാനിക്കാൻ പോവാന്ന് ഫോട്ടോ എടുക്കുകയാണ് അച്ചായൻ. ഞങ്ങളായിട്ട് കല്യാണത്തിന്റെ ഫോട്ടോ എടുക്കുന്നതും മറ്റു തിരക്കിലും. ഷിജിലും കൂട്ടുകാരും അപ്പുറത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് SK സാർ എത്തിയെന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഹലോ വാക്കുകളെല്ലാം പിടിപെട്ടിരിക്കുന്നു. അവന്റെ കൊടുക്കുന്ന ഫോട്ടോ എടുക്കും ഫോൺ വിളി. അയ്യോ അപ്പോഴേക്കും ഞങ്ങളെല്ലാവരും ശ്രദ്ധ SK സാറിലേക്ക് മാത്രമായി. അച്ചായന്റെ ശ്രദ്ധ ടോയ്ലറ്റിലേക്ക് മാത്രവും. SK സാറിനോട് മിണ്ടാൻ ഞാൻ ആദ്യം പുറത്തിറങ്ങി. പക്ഷെ അവിടെ പട്ടിയാകാനായിരുന്നു എന്റെ യോഗം. ഒടുവിൽ സാറിനോട് പിറകിൽ നിന്ന് വിളിച്ച് എനിക്ക് വേണ്ടിയിട്ട് സാറേ ഞാൻ സാറിന്റെ വലിയൊരു ഫാനാ. ഓ നേടാ പറ്റി. ഹലോ സുഖം. അല്ലാതെ എന്ത് പറയാൻ. പാവം SK സാറിനൊന്നും അറിയില്ലായിരുന്നു. സാറ് മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അച്ചായന്റെ ഭാവമാറ്റം കണ്ട് എല്ലാം അറിയാമെന്ന് ഞങ്ങൾക്ക് ചിരി കിട്ടി. പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു. സാറ് ചെറുക്കനെയും പെണ്ണിനെയും പരിചയപ്പെട്ട ശേഷം മാല കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്തെല്ലാമായിരുന്നു പിന്നീട് അവിടെ പെണ്ണെല്ലാ കാര്യത്തിനും ഫാസ്റ്റായിരുന്നു. അച്ഛൻ എല്ലാ കാര്യത്തിലും പോയി. വളരെ പെട്ടെന്ന് തന്നെ പെണ്ണ് മാറിയിട്ടു. പിന്നീടാണ് ഞങ്ങൾ അച്ഛന്റെ ടോമാങ്കിരി പ്ലേ കണ്ടത്. ഇതിനെ ഇപ്പൊ പറഞ്ഞല്ലേ. അപ്പൊ അല്ല ഞങ്ങളെല്ലാം ആൾക്കാർ കൂട്ടത്തിൽ ഷിജിലിന്റെ പോലെ ഡയലോഗ്. പിന്നീട് ശരിക്കും ഞാൻ ഇവനെ അങ്ങ് മുൻകൈ എടുത്തു. പക്ഷെ പണി പാളി. എന്റെ പെണ്ണിന്റെ കയ്യിൽ നിന്ന് മാല നട്ടിട്ട് നീ മേടിക്കില്ല. മാലയും കിടക്കട് താഴ്ത്തി. ഞങ്ങൾക്കൊട്ടൊരടി കിട്ടിയാലും അച്ഛന്റെ കല്യാണം അതിന് സംഭവം ഗൗരവമായിട്ടാണ്. ഒരു കടന്നു പോയി. എല്ലാവർക്കും സന്തോഷം, മുഖത്ത് ചിരി. ഒരുത്തം ഫോട്ടോ എടുക്കുന്നതായിരിക്കും. അച്ചായന്റെ അവസ്ഥ വളരെ ദയനീയം. പെണ്ണിന്റെ മുഖം കാണുമ്പോഴേക്കും അച്ചായന്റെ ടോയ്ലറ്റിന്റെ കാര്യം ഓർമ്മ വരും. അയ്യോ എനിക്ക് ചായേ വേണ്ട എന്റെ പൊന്നേ.
ഇങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയാവോ? ആ ആഘോഷം ഇന്നും ഞങ്ങൾ മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഇത് അന്നത്തെ ഫോട്ടോ. ഞാൻ നോക്കട്ടെ. എന്നിട്ട് ഈ ഫസ്റ്റ് നൈറ്റിൽ എന്ത് സംഭവിച്ചു? ശരിക്കും നീ പറഞ്ഞ പോലെ അതെങ്ങനെയാകുമെന്ന് ഞങ്ങൾക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞ് പിന്നെ അച്ചായൻ ടോയ്ലറ്റിൽ നിന്നേ കയറിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ മണിയറ വെക്കാൻ തീരുമാനിച്ചു. മണിയറ വെക്കി കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ ജോലി കാര്യം ഓർക്കുന്നത്. അവനെ കുറെ നേരമായിട്ട് കാണുന്നില്ല. ശരിക്കും അവനെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ നന്നായി ബുദ്ധിമുട്ടേണ്ടി വന്നു. അവസാനം കണ്ടും പിടിച്ചു. ഇവനിവിടെ വേറെ മണിയിൽ എടുക്കണം. എടാ അതെങ്ങനെ ശരിയാകും? പിറകെ കാണുന്ന ഒരു ടോയ്ലറ്റ് അല്ലേ? അത് ശരിക്കും ഞങ്ങൾക്ക് ഉൾക്കാൻ സാധിച്ചില്ല. എങ്കിലും എന്താണ് അവൻ ചെയ്യുന്നതെന്നറിയാൻ ഞങ്ങൾ ക്ഷമയോടെ കാത്തു. ആ അവിടെ കഴിഞ്ഞാണായിരിക്കും അല്ലേ? പക്ഷെ അവിടെ നടക്കാൻ പോണില്ല. ഓ പിന്നെ ആ ടോയ്ലറ്റ് റൂമിൽ മണിയറ ഒരുക്കി പോലെ നടന്നു തന്നെ. എന്താണ് അന്ന് രാത്രി പണിയെല്ലാം ഒരുക്കി ഞങ്ങളും കിടക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അച്ചായൻ വളരെ നേരത്തെ തന്നെ മുറി കയറി വാതിലടിച്ചിരുന്നു. അച്ചായന്റെ ഫസ്റ്റ് നൈറ്റിന് ആശംസ നേർന്നുകൊണ്ട് ഞങ്ങളും കിടന്നു. രാത്രിയിൽ എപ്പോഴോ ഗേൾഫ്രണ്ടിനോട് സംസാരിക്കാൻ ഞങ്ങൾ എഴുന്നേറ്റു. എല്ലാ തവണയും പോലെ അന്നും ഗേൾഫ്രണ്ട്സ് പണിങ്ങി തന്നെയാണ് ഫോൺ കിട്ടിയത്. 2 ദിവസമായിട്ട് അവരെ വിളിച്ചില്ലെന്ന പരാതിയായിരുന്നു കാരണം. പേടിക്കണ്ട, അവരും നിന്നെ പോലെ ആയിരുന്നു കരുതിയാൽ മതി. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അപ്പുറത്തെ മുറിയിലൊരു വെട്ടം. ഞങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് ക്യാമറ എടുത്ത് പതിയെ നടന്നു. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അച്ചായൻ നേരത്തെ കയറി വാതിലടിച്ച് ടോയ്ലറ്റിന്റെ ആയിരുന്നു. പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ? അച്ചാനും അത്രയും തേനിമ വന്ന ആദ്യമായിട്ടായിരുന്നു. അച്ചായന്റെ അന്നത്തെ പെർഫോമൻസ് ഒന്ന് കാണുന്നത് തന്നെയായിരുന്നു. സത്യമായിട്ടും അന്ന് എനിക്ക് ചിരിച്ചിരിച്ച് ടോയ്ലറ്റിൽ പോകേണ്ടി വന്നു.
അച്ഛയെ മരിച്ചിട്ട് ഇപ്പൊ 2 വർഷമാവും. എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സന്തോഷത്തോടെ നടക്കാൻ പറ്റുന്നു? അത് അച്ഛൻ്റെ നിർബന്ധമായിരുന്നു. മരിക്കുന്നത് വരെ എന്നും ഫ്രണ്ട്സായിട്ട് ചിരിച്ച് കളിച്ച് നടക്കണമെന്ന് അവൻ എന്നും പറയുമായിരുന്നു. അതെന്നും ഞങ്ങൾ പാലിക്കും. കാരണം അവനും ഞങ്ങളും തമ്മിൽ അത്ര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, അത്ര കമ്പനിയായിരുന്നു ഞങ്ങൾ. പക്ഷെ പെട്ടെന്ന് അവൻ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അച്ഛനെ ഞങ്ങളെ വിട്ട് എങ്ങും പോകാൻ സാധിക്കില്ല. എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. ആരും ദുഃഖിച്ചിരിക്കുന്ന അച്ഛനെ ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് നിന്നെ എപ്പോഴും ഹാപ്പി ആക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷെ നീ I hate you from Basil. നമ്മൾ വെറുതെ പ്രതീക്ഷിച്ചാലേ അവൻ മാറില്ല. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു അവൻ മാറും. അവന്റെ മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിച്ചു കളഞ്ഞാൽ ചിലപ്പോൾ മാറുമായിരിക്കും. ഇവനെ മാറ്റിയെടുക്കാൻ ഇനി എന്തെങ്കിലും പറയണം. എങ്ങനെ പറഞ്ഞു തുടങ്ങും? ഐഡിയ കിട്ടുമായിരുന്നെങ്കിൽ. അറിയാ, ഞാൻ പറയുന്ന കാര്യം നീ ഒരു ഉപദേശമായിട്ടൊന്നും എടുക്കണ്ട. ഞങ്ങൾ നിന്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് പറയുക. നീ ഇങ്ങനെ അവര് മെസ്സേജ് അയച്ചില്ല, ഇവര് മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങി മാറിയിരിക്കുന്നത് നിർത്തണം. ഇതുപോലുള്ള നിസ്സാരമായ ഈഗോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റെന്തിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ സന്തോഷം നിനക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കിട്ടൂടാ. ഫ്രണ്ട്ഷിപ്പ് ആസ്വദിക്കാനും ആഘോഷിക്കാനുള്ളതല്ലേടാ. അതിലെന്തിനും ഇതുപോലെ ചെറിയ കരടുകൾ? എടാ, ഈ സാഹിത്യ അലങ്കാരം വൃത്തമൊക്കെ ശരിയാണല്ലോ അല്ലേ? അതെയോ, ഇതൊരു വിപ്ലവകരമായ മതി. നീ എന്താ മിണ്ടാതെ? ഇത്രയും കാലം എത്ര നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ നിസ്സാര ഫീലിങ്സിന്റെ പേരിൽ മിസ് ചെയ്തത്. ഞാൻ വിചാരിച്ചിരുന്നു എന്റേത് വലിയ ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണെന്ന്. എല്ലാം വെറുതെ. നിങ്ങളെപ്പോലെ ഓർത്തു വെക്കാൻ സത്യത്തിൽ നല്ല ഓർമ്മകൾ പോലില്ല എനിക്ക്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളാണ് നല്ല ഫ്രണ്ട്സ്. ഇനി ഒരിക്കലും ഞാനേ മിസ് ചെയ്യില്ല. നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവുകയാ എന്നും. ഒരു നല്ല ഫ്രണ്ടായി പകർത്തു. എന്നാലും മരിച്ചിട്ട് അച്ഛൻ അവന്മാരുടെ കൂടെ ഇപ്പോഴും ഉണ്ടാകുമോ? എടാ, ഞാനിപ്പോ വരാട്ടോ. ഇവനെന്ത് പറ്റി? നീ വാ.
അല്ല, ഇവനെന്താ ഇത്ര വലിയ താമസം? അയ്യോ, വെറുതെ പേടിപ്പിക്കല്ലേ. എന്തോ നാളെ പേടിപ്പിക്കേ. ഒരു അത്ഭുതം, നീ ഒരു ഡോക്ടറായി. അതിനൊക്കെ നിന്റെ കാര്യം രോഗമായി. നമ്മുടെ അച്ഛൻ എങ്ങനെ സൈക്കാട്രിസ്റ്റ്? എന്റെ ഒരു സില്ലി ക്യാരക്ടർ. ഗുഡ് ബൈ ഫ്രം ബേസിൽ. ഇനി എനിക്ക് അവരോട് പിണക്കമില്ല, ഫീലിങ്സ് ഇല്ല, ഈഗോ ഇല്ല, ഫ്രണ്ട്ഷിപ്പ് മാത്രം, ട്രൂ ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ ഒരു രോഗമാണെങ്കിലും അറ്റാക്ക് രോഗം പിടികിട്ടുമോ എന്നൊരു സംശയം. ഇപ്പൊ ജോലിക്ക് പോയില്ല. ഇനിയെങ്കിലും ഒരു നല്ല ഫ്രണ്ടായിട്ട് എനിക്ക് ജീവിക്കണം. അവരോടൊപ്പം എനിക്കും ഫ്രണ്ട്ഷിപ്പ് ആസ്വദിച്ച് നടക്കണം. എന്തായാലും എന്റെ അച്ഛന നിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയ അവൻ കുറച്ചെങ്കിലും മാറാൻ വേണം. ഇത്രയും വലിയൊരു സംഭവം സത്യമായിട്ട് എനിക്കറിയില്ല. എടാ, നമ്മൾ മൊത്തം എത്ര പേരുണ്ട്? 4 പേര്. 4 പേരേ ഉള്ളല്ലോ അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ പെർഫോമൻസ് ആവലായിരുന്നു. നിങ്ങൾ വന്ന് കൊടുക്കലായിരുന്നു അല്ലെ? എനിക്ക് വന്ന് കുറച്ചുകൂടി നന്നാക്കാമായിരുന്ന ചോദ്യം ഇത് കൊടുക്കലായിരുന്നു. ഞാൻ സൂപ്പറായിട്ട് എന്റെ കൂടെ നടക്കുന്നതായിരിക്കും. അത് ശരിയാ, അത് വേണ്ട. പക്ഷേ ചില സ്ഥലത്ത് നീ മോറായിട്ടുള്ളൂ. അതെ, ഞങ്ങളാ ഓടിച്ചിട്ട് വരുന്നതൊക്കെ. പക്ഷെ എന്തൊക്കെയായാലും അച്ഛനെ ക്യാരക്ടർ അതിനെ പറയാനുണ്ടോ? അച്ഛനല്ല ഇന്നത്തെ ഹീറോ. നമ്മൾ ഈ കഥയിൽ സെക്കൻഡ് പാർട്ട് കളിക്കണം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കാലത്ത് നമ്മളിത് വർക്ക് പൂർത്തി. എടാ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇമോഷൻ വർക്കൗട്ട് ആയോ? അല്ലയാ, സൂപ്പറായിട്ടും വൃത്തികെട്ട അവനെയായിരുന്നു. എടാ, അച്ഛനെ ഇഷ്ടമായി കാണോ? എടാ, നിനക്ക് ഇഷ്ടമായോ? എന്റെ പൊന്നടാ, എന്റെ ഫാം വന്നപ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാനിങ്ങ് പോകും. എനിക്ക് ഫലം കാണാം.